വിഴിഞ്ഞം മദർപോർട്ട് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി ശ്രീ ഏലിയാസ് ജോണിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീ ഏലിയാസ് ജോൺ, ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ലേ? ഈ കരാർ ലംഘനത്തിൽ ഇനി സർക്കാരിന് എന്താണ് ചെയ്യാനാവുക? സർക്കാർ നിയമ നടപടിയിലേക്ക് പോകണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അദാനി കൊണ്ടുവരുന്ന വലിയ പദ്ധതി അത് അട്ടിമറിക്കപ്പെടുമല്ലോ. അപ്പോൾ എന്താണ് മുന്നിലുള്ള പോംവഴിയായി അങ്ങ് കാണുന്നത്? കരാർ ലംഘനം നടന്നിട്ടില്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കരാർ ലംഘനം നടന്നിട്ടില്ല സ്മൃതി, പിന്നെ എങ്ങനെയാണ് അതിനെതിരെ കേസിന് പോകുന്നത്? എന്താണ് കരാറിനെ സംബന്ധിച്ച് പറയുന്നത്? എന്താണ് 2015 കരാർ ഒപ്പിടുമ്പോൾ കൊടുത്തിരിക്കുന്നത് ഇവർക്കിത് ഷെയർ വിൽക്കാം. There is a clause 5.3 in the concession agreement allowing them to sell part stake. അവരുടെ 2454 കോടി രൂപയുടെ അവരുടെ ഓഹരി അവർക്ക് വിൽക്കാം എന്ന് 2015 കരാറുണ്ട്. ഈ കരാറ് സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കി. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കി. ആ കരാറിലും ഈ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലെങ്കിൽ, ഒരു സിനാരിയോ, ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലെങ്കിൽ ഇവിടെ ഒരു കമ്പനിയും വരത്തില്ല ഈ പോർട്ടിന്റെ നിർമ്മാണത്തിന്. സ്വകാര്യ കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത് അവര് വളരുന്ന അനുസരിച്ച് അവരുടെ പ്രൊജക്ഷൻസ് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഫ്രീഡം ഉള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് അവരെ പോലുള്ള കമ്പനികൾ വരുന്നത്. പക്ഷേ സർക്കാരിനെ അറിയിക്കണമെന്ന് കൂടിയില്ല ക്ലോസിൽ ശ്രീ ഏലിയാസ് ജോൺ? സർക്കാർ അറിയണ്ടേ? അതോറിറ്റി അറിയണമെന്ന് കൂടിയില്ലേ? ഇതെല്ലാം സർക്കാരിന്റെ കരാറല്ലേ? ഇത് സർക്കാരിന്റെ കരാറിലുള്ള രേഖ പ്രകാരമല്ലേ അവർ പ്രവർത്തിക്കുന്നത്? 2015 നിങ്ങൾ ഒപ്പിട്ടവർക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു, ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം, പ്രൊവൈഡഡ് നിങ്ങളുടെ ഷെയറിനകത്ത് നിന്നുകൊണ്ട്. കേരള സർക്കാരിന്റെ ഷെയർ അവർക്ക് വെക്കാൻ പറ്റില്ല. അദാനിയുടെ ഷെയർ വെക്കുന്നതിന് എവിടെയാ തടസ്സം? അദാനിയുടെ ഷെയറിന്റെ 49% ആണ് വിറ്റത്. അദാനിയുടെ ഷെയറിന്റെ 49% എന്ന് പറയുന്നത് മൊത്തം അടങ്കലിന്റെ 13.57%. 25% കൂടിയാലാണ് ഈ വയലേഷൻ വരുന്നത്. മൊത്തം അടങ്കലിന്റെ 13.57% മാത്രമാണ് അവരിപ്പോ MSCക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? അവര് നടത്തിയിരിക്കുന്ന 13,000 കോടി എന്ന് പറയുന്നത് 2,000 കോടി രൂപ, 2,454 കോടി രൂപയുടെ പുറത്തല്ല ഈ 13,000 കോടി കൊണ്ടുവരുന്നത്. ദയവേത് അത് മനസ്സിലാക്കണം. 2,454 പുറത്ത് അവർ 19,000 കോടി രൂപ കൂടി നിക്ഷേപിക്കും 2028 വരെ. അങ്ങനെ നിക്ഷേപിക്കുന്ന 19,000 പ്ലസ് 2,454, അതിന്റെ പുറത്ത് അവർ 21% വാല്യുവേഷൻ, ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വാല്യുവേഷൻ നടത്തി. അങ്ങനെയാണ് 27,000 കോടി രൂപ വരുന്നത്. അതിന്റെ 49% ഈ പറയുന്ന 13,000 കോടി. അപ്പൊ ഇതെല്ലാം നിലവിൽ കേരള ഗവൺമെന്റ്, രണ്ട് ഗവൺമെന്റും UDFും LDFും കൊടുത്ത കരാർ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ചെയ്യുന്നത്. ശ്രീ സഖാവ് ജയരാജൻ പറഞ്ഞത് ഇത് കരാർ ലംഘനമാണെന്ന് പറയുന്നു. എങ്ങനെയാണ് കരാർ ലംഘനമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നാൽ ഉപകാരമായിരിക്കും. നിങ്ങൾ കൊടുത്ത വ്യവസ്ഥയ്ക്കകത്ത് വെച്ചത് ദ കോമൺ യൂസർ ഫെസിലിറ്റി ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഈസ് കൺസീവ്ഡ് ആസ് എ കോമൺ യൂസർ ഫെസിലിറ്റി. ഈ കരാർ പ്രകാരം അവർക്ക് ഈ പറയുന്ന തരത്തിൽ 49% അല്ല, 74% വരെ വിൽക്കാനുള്ള അവകാശമുണ്ട്. തൽക്കാലം അവർ 49 വിൽക്കുന്നുള്ളൂ. ആ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ നിയമം അനുസരിച്ച് അവർ പാലിക്കേണ്ട 4 സ്റ്റേജ് ഉണ്ട്. 4 അല്ല 7 സ്റ്റേജസ് ഉണ്ട്. എന്താണ് സ്റ്റേജ്? ഫോർ എ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി ദ ബ്രോഡ് സീക്വൻസസ്. എങ്ങനെയാണ് പുതിയ ഒരു മൾട്ടിനാഷണൽ കമ്പനി, MSC പോലുള്ള ഒരു കമ്പനിയെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനുള്ള നടപടിക്രമം ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ടാണ്. ദ ലിസ്റ്റഡ് കമ്പനി സൈൻസ് എ ബൈൻഡിങ് അഗ്രിമെന്റ് വിത്ത് ദ ഫോറിൻ ഇൻവെസ്റ്റർ. ആദ്യം അവരുമായിട്ടൊരു കരാർ ഉണ്ടാക്കണം. MSC, കേരള സർക്കാർ ഇതിനകത്ത് കക്ഷിയല്ല. ആ സമയത്ത് അവർക്ക് ഒരു ഫോറിൻ സർക്കാരുമായിട്ട് കരാറിൽ ഒപ്പിടാം. രണ്ടാമത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിസ്ക്ലോഷർ. ആ വിവരം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെബിയെ അറിയിക്കണം. അതിന്റെ സിൻസ് ഇറ്റ്സ് എ ലിസ്റ്റഡ് കമ്പനി, ദ കമ്പനി മസ്റ്റ് ഡിസ്ക്ലോസ് ദ മെറ്റീരിയൽ ഈവന്റ് ടു ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അണ്ടർ സെബി റെഗുലേഷൻസ്. രണ്ടാമത്തെ ക്ലോസ്. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തത് പബ്ലിക് അനൗൺസ്മെന്റ് മീഡിയ ഡിസ്ക്ലോഷർ. അത് കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തി. ഇത് മൂന്നും കഴിഞ്ഞിട്ടാണ് കേരള ഗവൺമെന്റ് ചിത്രത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? 2015 കരാർ അനുസരിച്ച് അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് മുന്നോട്ട് പോകാൻ. അവരുടെ 2,454 കോടി രൂപയുടെ
ഷെയറിന്റെ പുറത്ത് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ രണ്ട് സർക്കാരും അധികാരം കൊടുത്തു. അപ്പോൾ അത് ഓണർഷിപ്പ് ചേഞ്ച് വരില്ലേ ശ്രീ ഇലിയാസ് ജോൺ? വരില്ലല്ലോ. 13.57% എങ്ങനെയാ ഓണർഷിപ്പ് വരിക? 25% കൂടിയാലാണ് ഓണർഷിപ്പ് വരിക. ഇത് അദാനിയുടെ കയ്യിലിരിക്കുന്നതിൽ നിന്ന് അവരുടെ ഷെയറിന്റെ 27.69% കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, അദാനി. കേരള സർക്കാരിന് 63.14. എങ്ങനെയാണ് ഓണർഷിപ്പ് മാറുക? 63.14 ഷെയർ കേരള സർക്കാരിന്റെ കയ്യിലിരിക്കുകയാണ്. എങ്ങനെയാണ് ഷെയർ ഓണർഷിപ്പ് മാറുക? അദാനിയുടെ കയ്യിലുള്ള 27.69%ത്തിന്റെ 13.57% വിറ്റെന്ന് പറയാറായിട്ടില്ല. അവർ തമ്മിൽ ധാരണയായി. അങ്ങനെയാണെങ്കിൽ ശ്രീ ഇലിയാസ് ജോൺ, സംസ്ഥാന സർക്കാരിനും അങ്ങ് പറയുന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ മുഖ്യമന്ത്രിയും സഭയിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ലേ? വിഷയം അതിന്റെ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. അവരിപ്പോ എന്തോ എംപവേർഡ് കമ്മിറ്റി ഇപ്പൊ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവര് വിഷയം പഠിച്ചിട്ടില്ല. ഞങ്ങളത് പറയാൻ കാരണം ഞങ്ങളുടെ ജീവിതം ഇതാണ്. ഞങ്ങൾ ജീവിക്കുന്നത് ഈ പ്രോജക്റ്റിന് വേണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം മാത്രമേ പറയുള്ളൂ. സ്മൃതി ഇപ്പൊ ഏതെങ്കിലും ഒരു ഇവിടുത്തെ പനിയെ കുറിച്ചോ ഷിഗല്ലയെ കുറിച്ചോ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഈ വിഷയം മാത്രം പഠിക്കുന്നത് കൊണ്ട് ഇതിന്റെ A to Z ഞങ്ങൾ മനസ്സിലാക്കി. മറ്റവരൊന്നും പഠിക്കാത്ത അവരെല്ലാ വിഷയത്തിലും ഇടപെടുന്നതുകൊണ്ട് അവർക്ക് ഇതൊന്നും നേരമില്ല. മുഖ്യമന്ത്രിക്ക് എല്ലാ വിഷയങ്ങളും ഇടപെടണ്ടേ? അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പഠിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഇപ്പൊ അവർ പഠിച്ചു തുടങ്ങുന്നു. ഇതാണ് വ്യവസ്ഥ. ആകെയുള്ള 13.57% വിൽക്കുന്നത്. ഒരു കാലത്തും ഓണർഷിപ്പ് മാറത്തില്ല. നിങ്ങളുടെ കയ്യിൽ 63.14 കേരള ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്നു. എങ്ങനെ ഓണർഷിപ്പ് മാറും? സ്മൃതി എന്നെ ഒന്ന് പഠിപ്പിക്കുക, ഞാൻ കേൾക്കാം. അല്ല, നമ്മൾ ഈ പത്രവാർത്തയിൽ വന്നതും വിശദീകരണമായി വന്നതും അങ്ങനെയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ശ്രീ ഇലിയാസ് ജോൺ ഇതൊന്ന് വിശദീകരിച്ചൊരു വാർത്താക്കുറിപ്പ് ഇറക്കാത്തത്? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന 13.79%, അല്ലാതെ ഈ 49 അല്ല. അല്ല, ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ സർക്കാർ അതിന്മേലൊരു ആലോചന നടത്തുന്ന രൂപത്തിലേക്ക് നിയമ നടപടി വേണമെന്ന ആവശ്യം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നടക്കം വരുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം അതൊരു വിശദീകരണം നൽകാത്തത്? സ്മൃതി, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തില് ഇത്തരം എല്ലാ നീക്കങ്ങളും ചതുരംഗ കളികൾ പോലെ കേസ് കൊടുക്കണം, കരാറ് ലംഘിക്കണം, കരാറ് റദ്ദാക്കണം, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 30 വർഷമായിട്ട് ഈ പ്രോജക്റ്റിന്റെ ഗതിവിഗതികൾ, ഓരോ ദിവസത്തെ ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 120-140 ദിവസത്തെ സമരം നടന്നില്ലേ? അദാനി ഇത് നിർത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അതിനെല്ലാം അതിജീവിച്ചല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഞാൻ 4ാമത്തെ പോയിന്റ് ഇവിടെ പറയാം. ഇത് സർക്കാരിനെ അറിയിക്കേണ്ടത് എപ്പോഴാണ്? 4ാമത്തെ സ്റ്റേജിലാണ്. ഇവിടെ കൊടുത്തിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്ത് മീഡിയയെ അറിയിച്ച് ജനങ്ങളെ മുഴുവൻ അറിയിച്ചു കഴിഞ്ഞിട്ടാണ് സെക്ടറൽ കോൺട്രാക്ച്വൽ അപ്രൂവൽസ്. ഇഫ് ദ കമ്പനി ഈസ് ഓപ്പറേറ്റിംഗ് അണ്ടർ എ കൺസെഷൻ ഓർ ലൈസൻസ്, അപ്രൂവൽ മേ ബി റിക്വയർഡ് ഡിപ്പെൻഡിങ് ഓൺ ദ കൺസെഷൻ എഗ്രിമെന്റ്. അവിടെയാണ് കേരള സർക്കാർ വരുന്നത്. ഈ 4ാമത്തെ സ്റ്റേജിലാണ് കേരള സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കേണ്ടത്. അനൌദ്യോഗികമായി അറിയിച്ചെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അദാനി ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഔദ്യോഗികമായി അറിയിക്കേണ്ടത് ഈ 4ാമത്തെ സ്റ്റേജിലാണ്. ഇവിടെയാണ് കേരള സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഔദ്യോഗികമായി കത്ത് ലഭിച്ചാൽ അത് പരിശോധിക്കാം. നിയമലംഘനം ഉണ്ടോ, നമ്മുടെ ഷെയറിനപ്പുറം ഇവർ വിറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോഴാണ്. അതിപ്പോ കേരള സർക്കാർ കമ്മിറ്റിയെ വെച്ച് പരിശോധിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് എന്റെ മുമ്പിൽ സംസാരിച്ചവർ ഇത് കരാർ ലംഘനം നടന്നു എന്ന് പറയുന്നതിനെ പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നു. മാത്രമല്ല, MSC പോലുള്ള ഒരു കമ്പനി, ലോകത്തിലെ ഏറ്റവും വമ്പൻ കമ്പനി ഇവിടെ വരുന്നു എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷം വളരെ പുരോഗമനപരമായ ഒരു സമീപനം അക്കാര്യത്തിൽ എടുത്തു. വളരെ പുരോഗമനപരമായ ഒരു സമീപനം എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് 2 മാസത്തിനകം അവർ സമരത്തിലോട്ട് പോകുന്ന വാർത്തയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമെന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത്. MSC വന്നാൽ കേട്ടില്ല, ഒന്നും കേട്ടില്ല. ഈ ഇടതുപക്ഷം തന്നെയാണ് ഇപ്പോൾ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. MSCക്ക് പൂർണ്ണമായും ഇത് കൊടുക്കുകയാണെങ്കിൽ മറ്റു കപ്പലുകൾക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ അവർ മൊണോപ്പൊളി സൃഷ്ടിക്കുമെന്ന് പറയുന്നതും ഇടതുപക്ഷമാണ്. സുഹൃത്ത്, ഞാൻ ഇന്നലത്തെ കണക്ക് പറയാം. MSCയും അദാനിയും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന ചെന്നൈയിലെ എണ്ണൂർ പോർട്ടിൽ ഇന്നലെ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാം, 4 കപ്പലുകൾ ഉണ്ടായിരുന്നു ഒരേ സമയത്ത്. 4 കപ്പലുകൾ. APL ബോസ്റ്റൺ, സാൻ ഫിലിപ്പ്, മസ്ക് ജിബ്രാൾട്ടർ, MSC അസ്യ. 3 കപ്പലും മാസ്കിന്റെയാണ്. 3 കപ്പലും മാസ്കിന്റെയാണ്. 1 കപ്പലേ ഉള്ള MSC.
മുണ്ട്രയിലും ചെന്നൈയിലും ഇതേ നമ്മുടെ ഇവിടുത്തെ അതേ പാറ്റേണിലുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ചെന്നൈ പോർട്ടിൽ ഞാൻ ഇന്നലെ തന്നെ മീഡിയയോട് സംസാരിച്ചാണ്, ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. 3 കപ്പൽ മേഴ്സ്കിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ സംശയം ചോദിക്കട്ടെ ശ്രീ എലിയാസ് ജോൺ, അങ്ങ് ഇന്നലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യം പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലും വന്നത് MSCയുടെ കപ്പലുകൾ മാത്രമാണെന്നൊരു വാദം കൂടി ഉണ്ടല്ലോ. 933 കപ്പൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വന്നു. 933 കപ്പൽ. അതിൽ 928 കപ്പലും MSCയുടെയാണ്, 5 കപ്പൽ മേഴ്സ്കിന്റെയാണ്. ഇന്ന് നിങ്ങൾ കുത്തകയാണെന്ന് പറഞ്ഞ് എതിർക്കുന്നെങ്കിൽ അന്ന് എതിർക്കണ്ടേ? 928 കപ്പൽ വന്നില്ലേ? മൃഗീയ ഭൂരിപക്ഷമല്ലേ? അതെങ്ങനെ നിങ്ങൾ അനുവദിച്ചു? അപ്പൊ അന്ന് നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ അത്തരം നയങ്ങൾ തുടരാം, അധികാരം ഒഴിയുമ്പോൾ അത് കുത്തകയായി മാറുന്ന ന്യായം ഞങ്ങൾക്ക് മനസ്സിലാവില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? MSCയും അദാനിയുമായിട്ടാണ് ധാരണ. അവർക്ക് ഇന്ത്യയിലുള്ള മറ്റ് 2 പോർട്ട് പോലെ അവരിത് ഏറ്റെടുത്തു. നമ്മുടെ പരിമിതിയാണ് പ്രശ്നം, നമ്മുടെ പരിമിതിയാണ്. നമുക്ക് 800 മീറ്റർ ബർത്തേ ഉള്ളൂ. ആ 800 മീറ്റർ ബർത്തിൽ 2 കപ്പലിടാം, മാക്സിമം 3 കപ്പലിടാം. ഇനി നിങ്ങളെല്ലാം പറയുന്നു മറ്റ് കമ്പനികൾ, മറ്റ് കപ്പലുകൾ. ഇവിടെ ആരാ വരുന്നത്? ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യാതെ, ഗേറ്റ് വേ കാർഗോ ഇല്ലാതെ ഏതെങ്കിലും കപ്പൽ കമ്പനികൾ വരുമോ? ട്രാൻസ്ഷിപ്മെന്റ് മാത്രം നടത്താൻ വേണ്ടി ഏതെങ്കിലും കപ്പൽ കമ്പനികൾ വരുമോ? ആ റിസ്ക് പോലും MSC എടുത്തുകൊണ്ടല്ലേ റെക്കോർഡ് ലോകത്തിൽ ഒരു പോർട്ടില്ലെന്നാണ് പറയുന്നത്. ലോകത്തിൽ ആദ്യത്തെ 18 മാസത്തിനിടയിൽ 20 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത ഒരു പോർട്ട് ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ റിസ്ക് എടുത്ത് MSC നമ്മുടെ ഈ പ്രോജക്റ്റിനെ വളർത്തുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അവരുടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് തൊഴിലില്ലായ്മ പരിഹരിക്കുക, കുട്ടികൾക്ക് ജോലി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരെ ഓടിക്കും, അവർക്കെതിരെ സമരം ചെയ്യുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ്, ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇല്ലാത്ത കാര്യത്തിന്റെ പുറത്ത് നമ്മുടെ ഉടമസ്ഥതാവകാശം കൈമോശം വരും. സംസ്ഥാന സർക്കാരിനെ കാര്യങ്ങൾ ബോധിപ്പിച്ചില്ല, കോൺഫിഡൻസിൽ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കരാർ ലംഘനം നടത്തി എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനമല്ല. എന്തെങ്കിലും ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ വി വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ അത് കണ്ടെത്തി ഞങ്ങൾ അവതരിപ്പിക്കും. കാരണം എന്താണ്? ഈ കരാറ് ജനങ്ങൾക്ക് അനുകൂലമല്ല, ഈ കരാർ ജനങ്ങൾക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞ് 5 ദിവസം നിരാഹാരം കിടന്നവരിൽ ഒരാളാണ് ഞാൻ. 2014 അങ്ങനെയുള്ള ഒരാൾ ഇത് മാറിയത് എന്തെങ്കിലും ഈ നാട്ടിൽ നടക്കട്ടെ, എന്തെങ്കിലും സംഭവിക്കട്ടെ. 30 കൊല്ലമായിട്ട് ഒന്നും നടക്കാത്ത ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും കമ്പനികൾ വന്ന് എന്തെങ്കിലും നടത്തട്ടെ. അദാനി ഇന്ത്യൻ കമ്പനിയാണ്. ഒരു വിദേശ കമ്പനിക്ക് ദുബായ്ക്കോ സിംഗപ്പൂരിനോ ചൈനയ്ക്കോ ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഇന്ത്യൻ വ്യവസായി നടത്തട്ടെ എന്നുള്ള ഒരു വിട്ടുവീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. CPM-ന്റെ പ്രമുഖ സഖാക്കളെല്ലാം ഞങ്ങളോട് ചോദിച്ചു ആ സമയത്ത്, നിങ്ങൾ എന്താണ് നിലപാട് മാറുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കേരളമാണ് വലുത്, ഇവിടുത്തെ ജനങ്ങളാണ് വലുത്, ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ് വലുത്, എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട്. പക്ഷെ അങ്ങ് പറയുന്ന കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. സർക്കാർ അങ്ങനെ വിശദീകരിക്കുന്നില്ല. സർക്കാരും ഇപ്പോൾ ഒരു കരാർ ലംഘനം സംശയിക്കുന്നിടത്താണ് കാര്യങ്ങൾ പഠിക്കാൻ ഇപ്പോൾ സമിതിയെ നിയോഗിക്കുമ്പോൾ ആ സമിതി അങ്ങ് പറഞ്ഞ പോയിന്റ്സിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.